ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടക്കുകയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ആരാണ് ഈ റെയ്ഡ് നടത്തുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്തിന്റെ ഓഫീസായ വാര്യർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് റെയ്ഡ് നടക്കുന്നത്. രഞ്ജിത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇപ്പോൾ വിജിലൻസ് അല്പസമയത്തോടെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 പേർ, അതായത് നേരത്തെ അറസ്റ്റിലായിരുന്ന വിൽസൺ, അതുപോലെ മുകേഷ് മുരളി, ഇപ്പോൾ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഈ 3 പേരെയുമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ പറയുന്ന, അതായത് ഇഡി ഉദ്യോഗസ്ഥൻ, ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് വേണ്ടിയിട്ടുള്ള അതായത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണം വിജിലൻസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, സമ്മനത്താണ് വിൽസന്റെ ഓഫീസുള്ളത്, അവിടെ റെയ്ഡ് വേണം. അതല്ലെങ്കിൽ ഈ മുകേഷ് മുരളിയുമായി ബന്ധപ്പെട്ട് അയാൾ താമസിക്കുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തണം തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു ഈ വിജിലൻസ് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത തരികയുള്ളൂ. അതേസമയം ഈ കൊല്ലത്തെ വ്യാപാരി അയാളുടെ മൊഴി അനുസരിച്ചിട്ട് ആദ്യത്തെ FIR രേഖപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ മൊഴി അനുസരിച്ചിട്ടാണ് ശേഖർ കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം 1ാം പ്രതിയായിട്ടുള്ളതെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കൂടുതലും ശേഖർ കുമാറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ ട്രാൻസാക്ഷൻ നടന്ന ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ ഈ വിൽസന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്. വിൽസന് ഇവരുടെ അഡ്രസ്, അതായത് ഈ കൊല്ലത്തെ വ്യാപാരിയുടെ അഡ്രസ്സും രഞ്ജിത്ത് വാര്യരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ രഞ്ജിത്തുകാരന്റെ ഈ ഇൻവോൾവ്മെന്റ് കൂടുതൽ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കശുവണ്ടി വ്യാപാരിയാണ്, അദ്ദേഹത്തിന് ടേൺ ഓവർ കൂടുതൽ ആണ് എന്ന് കാണിച്ചു. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇഡി 2024 നോട്ടീസ് നൽകുന്നത്. അതായത് ഇടപാടുകൾ ഏറെയും വിദേശത്താണ്, നൽകിയിരിക്കുന്നത് കള്ളക്കണക്കാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇഡി ആ സമയത്ത് നോട്ടീസ് നൽകിയത്. ഈ ഇഡി ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി 2 കോടി രൂപ കൈക്കൂലി ചോദിച്ചിട്ടായിരുന്നു ഈ ഏജന്റുമാർ ഇയാളെ കൊല്ലത്തെ വ്യാപാരിയെ സമീപിച്ചിരുന്നത്. അതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകണമെന്നുള്ള കാര്യത്തിൽ എന്നുള്ള സാഹചര്യത്തിൽ അയാൾ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസിൽ കൂടി ചേർന്ന് നടന്ന ഓപ്പറേഷനാണ് ഇവരൊക്കെ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്.